നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്. മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്കാണ് വ്യാഴം മാറുക. മെയ് 1 മുതലുള്ള ഒരു വർഷത്തേക്കുള്ള ഫലമാണ്. വ്യാഴമാറ്റത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് കേട്ട് നമുക്ക് ഏതൊക്കെ ഫലങ്ങളാണ് നല്ലത് മോശമെന്ന് നോക്കിയിട്ട് അതിൽ ഏത് ദേവതകളെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നോക്കിയാൽ അത് നമുക്ക് വളരെ നല്ലതായിരിക്കും ഭാവിയിലേക്ക്. അശ്വതി ഭരണി കാർത്തികക്കാൽ മേടക്കൂറുകാർക്ക് മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക്, അതായത് 2ലേക്കാണ് വ്യാഴം മാറുക. അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, ധനപരമായ കാര്യങ്ങൾക്ക് ഇവർക്ക് വളരെ നല്ലതായിരിക്കും ഈ വരുന്ന ഒരു വർഷത്തേക്ക്. ശത്രുതയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞു വരികയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ജോലിയിടങ്ങളിൽ ആ ജോലിഭാരം കുറഞ്ഞ് നമുക്ക് വളരെ സന്തോഷമായിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയും നമ്മുടെ സുപ്പീരിയേഴ്സൊക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവും. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും നമ്മുടെ ആ ജോലിയിടങ്ങളിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഉയർന്നു വരികയും ചെയ്യും. ജോലിയിടങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും സുപ്പീരിയേഴ്സൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സാലറി ഹൈക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് ലഭിക്കുകയും ചെയ്യും. കുടുംബത്തിൽ നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും. ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ദമ്പതികൾ തമ്മിൽ നല്ല ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ വാഹനങ്ങൾ, പ്രോപ്പർട്ടീസ് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു വർഷം. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. ബിസിനസ് ഉയർന്നു തന്നെ വരും. പക്ഷേ സൈനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ചെയ്യുമ്പോൾ, സൈൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം മാത്രം വേണം സൈൻ ചെയ്യാൻ. അതുപോലെ തന്നെ ബിസിനസ്സിലെ ഏത് കാര്യങ്ങളും ക്ഷമയോടുകൂടി ഇരുന്ന് തന്നെ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം. ധൃതി പിടിച്ച് ചെയ്താൽ അത് പല പ്രശ്നങ്ങൾക്കും സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാഹചര്യങ്ങളുണ്ടാവും. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് ഈ വരുന്ന ഒരു വർഷത്തേക്ക്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. നല്ല ഗുഡ് വില്ലൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ മറ്റൊരാൾക്ക് ഒരു വാക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, അഷുറൻസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു പാഴ്വാക്കായി പോകാതിരിക്കാൻ അവർ വളരെ കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. മീഡിയ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ, നല്ല നല്ല അവസരങ്ങൾ വരാനുള്ള യോഗവും ഈ വരുന്ന ഒരു വർഷമുണ്ട്. ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഓവർ സ്പീഡ് ഒരല്പം കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിവയറ്, അതുപോലെ ബാക്ക് വശം, ഞരമ്പ്, ദഹന സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ആഹാരകാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. കാർത്തിക, മുക്കാലി, രോഹിണി, മകീരമര, ഇടവക്കൂറ് ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജന്മത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. ജന്മത്തിലേക്ക് വ്യാഴം മാറി എന്നത് പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. 5, 7, 9 വ്യാഴത്തിന് ദൃഷ്ടിയും ഉണ്ട്. ഈ കാലയളവിൽ നമുക്ക് നല്ല ശുഭകാര്യങ്ങൾ നടക്കുകയും ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലും സ്നേഹത്തിലൂടെ കൂടെ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. കഴിവതും ഒരു അഹങ്കാരമായ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സ്വത്തുവകകളുണ്ടെങ്കിൽ അതും കിട്ടാനുള്ള സമയം കൂടിയാണ്. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ആ അർഹതയ്ക്കുള്ള അംഗീകാരം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൂടാതെ തന്നെ അവരുടെ ആ ഒരു വിനയാന്വിതമായ ഒരു സ്വഭാവം അവർക്ക് വളരെ നല്ലതായിരിക്കും. അതുവഴി അവർക്ക് അവരുടെ സുപ്പീരിയേഴ്സിൽ നിന്ന് പല തരത്തിലുള്ള ഗുണാനുഭവങ്ങളും ഉയർച്ചയും അവർക്ക് ജോലിയിടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും കൂടെ ജോലി ചെയ്യുന്നവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയോ അവരെ പോയിന്റ് ചെയ്ത് കുറ്റം പറയുകയോ ചെയ്യാതിരിക്കുക. അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ചിലപ്പോൾ പ്രൊമോഷനോ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്കുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരല്പം കുറവ് വരാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കുണ്ടാവും ഈ വരുന്ന ഒരു വർഷം. അതുകൊണ്ട് സേവിങ്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ആ ഒരു അഹങ്കാരമായ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവവിശേഷത ഉണ്ടെങ്കിൽ, സംസാരത്തിലുള്ള ആ ഒരു അഹങ്കാര സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ മുതിർന്ന ആൾക്കാർ പറയുന്നത് ഇവരനുസരിച്ചാൽ അത് അവർക്ക് ഭാവിയിലേക്ക് വളരെ ഗുണപ്രദമായിരിക്കും.
അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റ് ഭാഷകൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഉള്ളവരുമായിട്ട് ഇടപെടുമ്പോഴും ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിയാടി ബിസിനസ് ചെയ്യുകയോ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയോ അതുപോലെ തന്നെ വിദേശമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വളരെ ജാഗ്രതയോടുകൂടി അതിൻ്റെ നിയമവശങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകുവാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗർഭിണികളായ സ്ത്രീകൾ വളരെയധികം അവരുടെ ആ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ക്ഷമ എന്നുള്ളതാണ്. ആ ക്ഷമയില്ലെങ്കിൽ അവർക്ക് പല നിയമപ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും അവരുടെ കരിയറിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് കരിയറിൽ വളരെ നല്ല അനുഭവങ്ങളായിരിക്കും വരിക. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ സൈൻ ചെയ്യുമ്പോൾ അവരുടെ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് പഠിച്ച് മുതിർന്നവരിൽ നിന്ന് ഉപദേശം മേടിച്ചതിന് ശേഷം മാത്രമേ സൈൻ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അത് പല പ്രശ്നങ്ങളിലേക്കും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ അവർക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർ പഠിക്കുക. മറ്റ് വിഷയങ്ങളിലേക്ക് പോയാൽ നമുക്കൊരു MBBS കിട്ടി, എനിക്കത് വേണ്ട, എഞ്ചിനീയറിംഗിൽ പോയാൽ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സിനിമ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല രഹസ്യ കാര്യങ്ങളും ഇവരിലുണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും. അത് ഒരു കാരണവശാലും അവർ പബ്ലിക്കിലേക്ക് വിടരുത്. ഇത് വിട്ടാൽ അവരുടെ കരിയറിനെയും കുടുംബത്തെയും ബാധിക്കുന്ന പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ നഷ്ടക്കാരുടെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള റിപ്പയർ ഉണ്ടെങ്കിൽ അത് കഴിവതും വേഗം ആ റിപ്പയർ ക്ലിയർ ചെയ്ത് വയ്ക്കണം. ആരോഗ്യകാര്യങ്ങളിൽ കഴുത്ത്, കാൽമുട്ട്, BP, അലർജി പോലെയുള്ള കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകരം അവസാന ഭാഗം തിരുവാതിര, പുണർന്ന്, മുക്കാലും മിഥുനക്കൂറ്. മിഥുനക്കൂറിൻ്റെ 12ാം വീട്ടിലേക്കാണ് വ്യാഴം മാറുക. 4, 6, 8ലേക്ക് ദൃഷ്ടിയുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ഒളിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളും അല്ല തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതെല്ലാം മാറുകയും വരികയും ഇവർക്ക് നല്ലൊരു ഉയർച്ച ഭാവിയിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. അതേസമയം ഇവരുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കൂടിയുണ്ട്. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു അംഗീകാരം കൂടി ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഈ നക്ഷത്രക്കാർ സൈൻ ചെയ്യുമ്പോൾ, ഡോക്യുമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം സൈൻ ചെയ്യാൻ. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ചിലപ്പോൾ വിദേശത്തേക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കിട്ടിയാൽ അത് സ്വീകരിക്കുക, മുന്നോട്ട് തന്നെ പോവുക. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധയിലിരിക്കണം. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. പങ്കാളികൾ തമ്മിൽ നല്ല സ്നേഹത്തിലുണ്ടാവും. കുട്ടികളോടുള്ള ചില രീതിയിലുള്ള സ്വഭാവങ്ങൾ, ചില അഹങ്കാരമായ രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ വരവും ചെലവും പ്രത്യേകം കണക്കുകൂട്ടി തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ നിൽക്കില്ലാത്തൊരവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലേഡീസ് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരല്പം ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ഒരു തേർഡ് പാർട്ടിയോട് പറയുകയോ അത് സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. ബിസിനസ് ഒരല്പം സ്ലോയിലായിരിക്കും വരിക. ഒരു കാരണവശാലും കൂടെ ജോലി ചെയ്യുന്നവരോട് അല്ലെങ്കിൽ ജോലിക്കാരോട് ഒരു വഴക്കിനോ ഒരു തർക്കങ്ങൾക്കോ പോകാൻ പാടില്ല. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ നല്ല പൊസിഷനും അല്ലെ പല പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വരും. എന്ത് വന്നാലും അവർ സധൈര്യം അത് മുന്നോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ മീഡിയ രംഗത്തും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിരവധി ഓപ്പർച്യൂണിറ്റീസ് വരും. അതെല്ലാം വേണ്ട രീതിയിൽ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകണം. യാത്ര ചെയ്യുമ്പോൾ കഴിവതും യാത്രയിൽ നമ്മളൊരു റൂട്ടിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ റൂട്ട് മാറ്റാതെ അതിലൂടെ തന്നെ പോവുക. പലവിധ അപകടങ്ങൾ വരാനുള്ള സൂചനകളും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ENT ആയിട്ട് ബന്ധപ്പെട്ട് അൾസറായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് കുറച്ച് കൂടുതലാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പുണർദം അവസാന ഭാഗം പൂയം, ആയില്യം, കർക്കിടക്കൂറ്. കർക്കിടക്കൂറുകാർക്ക് വ്യാഴം 11ലേക്കാണ് വരിക. അതായത് ഈ രാശിയുടെ 3, 5, 7ലേക്കുള്ള ദൃഷ്ടിയുമുണ്ട്. ആയതുകൊണ്ട് കളത്രസ്ഥാനം, അതായത് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, പൂർവ്വപുണ്യം, സഹോദരസ്ഥാനം, ഈ ഭാവങ്ങൾക്കൊക്കെ നല്ലൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുക. ഈ നക്ഷത്രക്കാർക്ക് വാഹനങ്ങൾ, പ്രോപ്പർട്ടീസ് മേടിക്കാനുള്ള യോഗങ്ങളുണ്ടാവും. ലീഗൽ കേസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായിട്ട് വരാനും നല്ല സമയം കൂടിയാണ്.
ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് പോവുക. പക്ഷെ പല വിധത്തിലുള്ള ആർഗ്യുമെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിവാകുന്നത് നല്ലതായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ഹാർഡ് വർക്കിനനുസരിച്ചുള്ള ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ തന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും അവരിലേക്ക് വരും. പക്ഷെ മറ്റൊരാളെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശത്ത് പോകാനുള്ള യോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രമോഷനും ട്രാൻസ്ഫറും കിട്ടാനുള്ള, പ്രതീക്ഷിക്കുന്ന പ്രമോഷനും ട്രാൻസ്ഫറും കിട്ടാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഉയർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഹാർഡ് വർക്കിന് അനുസരിച്ചുള്ള ഒരു ഉയർച്ചയും ആ ലാഭവും തീർച്ചയായിട്ടും ഇവരിലേക്ക് വരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ കഴിവതും പാർട്ട്നേഴ്സിനെ സംശയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുന്നത് ഒരു നല്ലതായിരിക്കും. ഷെയർ മാർക്കറ്റ് ട്രേഡിങ്ങിൽ വലിയ കുഴപ്പമില്ലാതെ പോകാൻ ഒരു പരിധിവരെ അതിൽ ചെയ്യുന്നത് നല്ലതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ആ ഒരു വിനയം അത് കൈമുതലാക്കി മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. പക്ഷെ ആവശ്യമില്ലാതെ ഗ്യാരണ്ടി കൊടുക്കുന്നത് അവർക്കത് ദോഷമായിട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഹിഡൻ ആയിട്ടുള്ള എനിമീസ് ഉണ്ടാവും. അതുപോലെ തന്നെ പുറകിൽ നിന്ന് കുത്തുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കി വേണം അവരുടേതായ ജോലികൾ ചെയ്യാൻ. ഈ നക്ഷത്രക്കാരായ കുട്ടികൾക്ക് മെമ്മറി ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ച് തന്നെ പോകേണ്ടതാണ്. മീഡിയ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങൾ വരും. പക്ഷേ അവരുടെ ആ എഫർട്ട് പൂർണ്ണമായിട്ട് എടുത്താൽ മാത്രമായിരിക്കും അവർക്ക് വീണ്ടും ഉയർച്ചകളിലേക്ക് പോകാൻ സാധിക്കുക. യാത്രകൾ ചെയ്യുമ്പോൾ അവരുടേതായ ആഭരണങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികം ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ അലർജി, ദഹനം, തലവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും ഒരു മുൻകരുതൽ ഇവരെടുക്കേണ്ടതാണ്. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മകം, പൂരം, ഉത്തരം, കാല്, ചിങ്ങക്കൂറുകാർക്ക് 10ലേക്കാണ് വ്യാഴം വരിക. 2, 4 ഈ രാശിയുടെ 2, 4, 6ലേക്ക് ദൃഷ്ടിയും കൂടെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ നക്ഷത്രക്കാരുടെ ആ വാക്കിന് വിലയുണ്ടാകുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ ഗ്രാൻഡ് പേരൻസോ അല്ലെങ്കിൽ കാരണവന്മാർ ഇവർക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു കുടുംബാന്തരീക്ഷം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാരുടെ അമ്മയുടെ സൈഡിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. ഏതെങ്കിലും രീതിയിലുള്ള ശത്രുതകളുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് മാറി വരികയും ചെയ്യും. അതുപോലെ തന്നെ ജോലിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്ത് പോയാൽ ഇവർക്ക് ഇവരുടെ കരിയർ നല്ല നിലയിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരും. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുതിർന്ന ആൾക്കാർ അല്ലെ അനുഭവസ്ഥർ പറയുന്ന കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർ ഒന്ന് കേൾക്കണം. കേട്ട് അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇവർക്കത് വളരെ ഗുണം ചെയ്യും ഭാവിയിലേക്ക്. ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇവരുടേതായ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവരുടെ സേഫ് കസ്റ്റഡി തന്നെ വയ്ക്കണം. ഔട്ട് സ്റ്റേഷൻ ട്രാവൽസൊക്കെ ഇവർക്ക് ഒരുപാട് ഉണ്ടായെന്ന് വരാം. ഈ നക്ഷത്രക്കാർ ഡയറക്റ്റ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ അറ്റൻഷൻ തീർച്ചയായിട്ടും അവരിലേക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുകയും ചെയ്യണം. കഴിവതും സൗമ്യമായിട്ടുള്ള വർത്തമാനങ്ങളായിരിക്കും കുടുംബത്തിലും ജോലിയിടങ്ങളിലും ഇവർക്ക് നല്ലതായിട്ട് വരിക. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെടും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ശുഭകാര്യങ്ങൾ അല്ലെങ്കിൽ മംഗളകാര്യം, ഇപ്പോൾ വിവാഹം അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻ കിട്ടുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിലേക്ക് വരാനും കൂടെ നല്ല സമയമാണ്. ആവശ്യമില്ലാതെ കടങ്ങൾ മേടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് കഴിവതും ഒന്ന് നിർത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പേരൻസിൻ്റെ വാക്കുകൾ കേൾക്കുന്നതും അത് അനുഭവത്തിൽ കൊണ്ടുവരുന്നതും ഇവർക്ക് ഗുണം തന്നെ ചെയ്യും. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഒരല്പം ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, ചില തർക്കങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ഇത് ഇവർക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അസറ്റ് മേടിക്കാനും ഇപ്പം ഗോൾഡ് അല്ലെങ്കിൽ മറ്റ് അസറ്റുകളൊക്കെ മേടിക്കാനും ഇവർക്ക് അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു വർഷം. ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിക്കും. അതുപോലെ തന്നെ എക്സ്പോർട്ട് ആൻഡ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ കെയർഫുള്ളായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ആ ബിസിനസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. നമ്മളിപ്പോൾ മറ്റൊരു രാജ്യത്തേക്കുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തീർച്ചയായിട്ടും പഠിച്ച് അതാത് നിയമങ്ങളിലൂടെ തന്നെ പോകണം. അല്ലെങ്കിൽ അത് മറ്റ് പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ശുഭകാര്യങ്ങളായിരിക്കും വരിക. ഇവരുടെ ലീഡേഴ്സ് ഇവർക്ക് സപ്പോർട്ടീവായിട്ട് വരും. നല്ല പൊസിഷൻസ് കിട്ടാനുള്ള യോഗവും ഈ വർഷം ഉണ്ടാവും. ഗവൺമെൻറ് എംപ്ലോയീസിനും ഈ വർഷം പൊതുവേ ഇവരുടെ കരിയറിന് വളരെ നല്ലതാണ്. കുട്ടികളിൽ മടി വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും.
സിനിമ, മീഡിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ വരും. പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ടത് ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ കരിയറിനെ വരെ ബാധിക്കുന്ന, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തെ വരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഈ വർഷം ഉണ്ടാകും. അതുകൊണ്ട് കെയർഫുൾ ആയിട്ടിരിക്കും. ഈ നക്ഷത്രക്കാരുടെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചെറിയ റിപ്പയർ ആണെങ്കിൽ പോലും അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു യാത്രകളിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫേസ് ചെയ്തേക്കാം. ശിവപാർവതി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് 9ലേക്കാണ് വ്യാഴം മാറുക. അതുപോലെ തന്നെ 3ലേക്കും 5ലേക്കും ദൃഷ്ടിയും കൂടി ഉണ്ട് ഈ രാശിയുടെ. ഈ നക്ഷത്രക്കാരുടെ ഈ വർഷം ഇവർക്ക് നല്ലൊരു സ്റ്റാറ്റസ് ഉണ്ടാക്കുകയും, ഇപ്പോൾ കുടുംബത്തിലായാലും പുറത്തായെങ്കിലും ഇവർക്കൊരു വിലയുണ്ടാവും. ആ ഒരു സാഹചര്യം വരികയും, അതുപോലെ തന്നെ ഇവർ നടത്താൻ പ്ലാൻ ചെയ്തിരുന്ന ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിലേക്ക് വരികയും ചെയ്യും. ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രൊമോഷനും സാലറി ഇൻക്രിമെൻറ്റും ഒക്കെ ഇവർക്ക് ഈ വർഷം ലഭിക്കും. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഇവർക്ക് അനുകൂലമായിട്ട് വരികയും, ജോലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഔട്ട് സ്റ്റേഷൻ ട്രാവൽ നടത്തേണ്ട സാഹചര്യങ്ങൾ വരികയും, വിദേശത്ത് ജോലിക്ക് പോകാൻ പറ്റുന്ന സാഹചര്യവും ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ വരും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടാൻ പോകാതിരിക്കുക. കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരികയും ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ് വരികയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലുള്ള മംഗളകാര്യങ്ങളൊക്കെ നടക്കാനും ഈ വർഷം ഇവർക്ക് നല്ലതാണ്. ദീർഘനാളായിട്ട് പെൻഡിങ്ങുള്ള കടബാധ്യതകളൊക്കെ മാറ്റാനും ചെറിയ ചെറിയ അസറ്റുകളൊക്കെ ഇവർക്ക് വാങ്ങാനും നല്ല സമയം കൂടിയാണ് ഈ വരുന്ന ഒരു വർഷം. അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലുള്ളവരോ മറ്റ് സംസ്കാരമായിട്ട് ജീവിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ ഇടപെട്ടാൽ അത് ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ വരും. കഴിവതും അയൽപക്കക്കാരായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യത്തിലും അവരുടെ ശാരീരികത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇവർ നല്ല രീതിയിൽ അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അത് പോസിറ്റീവിലേക്ക് തന്നെ വരും. കൂടുതൽ ബിസിനസ് വളർത്തിക്കൊണ്ടുവരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ടും ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ച് ബിസിനസ് നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ വരികയും, ലീഡേഴ്സ് ഇവരെ പ്രശംസിക്കുന്ന സിറ്റുവേഷൻസ്, പബ്ലിക്കിൽ പ്രശംസിക്കുന്ന സിറ്റുവേഷൻസ് വരികയും ചെയ്യും. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ് ഈ വരുന്ന ഒരു വർഷം. ഈ നക്ഷത്രക്കാരായ കുട്ടികൾ രാത്രിയുള്ള പഠനം ഒരല്പം കുറയ്ക്കുന്നത് ഇവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മീഡിയ രംഗത്ത്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരുപാട് നിരവധി അവസരങ്ങൾ വരികയും വിദേശത്ത് പോകാനുള്ള അവസരങ്ങൾ വരികയും ചെയ്യും. പക്ഷെ വിദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആ നിയമവശങ്ങൾ ഇവർ കൃത്യമായിട്ട് പാലിക്കണം. അത് പാലിച്ചില്ലെങ്കിൽ ഇവർക്ക് അത് വിനയായിട്ട് വരാനുള്ള സാധ്യതയും ഈ വർഷത്തിലെ യോഗത്തിലുണ്ട്. ഡ്രൈവിംഗ് ഓവർ സ്പീഡ് ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യത്തിൽ കഴുത്ത്, തല ആയിട്ട് ബന്ധപ്പെട്ട് കഴുത്ത്, അൾസർ, ഇൻഫെക്ഷൻ പോലെയുള്ള അസുഖങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ചിത്തിര അവസാന ഭാഗം, ചോതി, വിശാഖം, മുക്കാല്, തുലാക്കൂറ്. തുലാക്കൂറുകാർക്ക് 8ലേക്ക് വ്യാഴം വരികയും ആ രാശിയുടെ 12, 2, 4ലേക്കുള്ള ദൃഷ്ടിയും കൂടെ ഉണ്ടാവും. എഫർട്ടിനനുസരിച്ചുള്ള ഉയർച്ചയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ലഭിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ക്ഷമ, ആ ഒരു സംസാര രീതി, ഇതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാനുള്ളൊരു സാധ്യതയും അതുപോലെ ഇവരുടെ സ്റ്റാറ്റസ് വർദ്ധിക്കാനുള്ളൊരു യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഫാമിലി റിലേഷൻസ് ഒക്കെ ഇവർക്ക് നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ ഈ വർഷം വരും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ടാലൻറ്റിനനുസരിച്ചുള്ള ഉയർച്ച തന്നെ വരും. അത് എടുത്തു പറയാൻ കാരണം എത്ര ബുദ്ധിമുട്ടിയാലും ഫലം കിട്ടാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് അതുപോലെയല്ല. അവരുടെ ആ ടാലൻറ്റിനനുസരിച്ച്, അവരുടെ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള ഫലം തന്നെ ഇവർക്ക് ഈ വർഷം ലഭിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയോ മറ്റുള്ളവരെ കുറ്റം പറയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി വിടുക. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഒന്ന് ഡിലേ ആവാനുള്ള സാധ്യതയും കൂടെ ഉണ്ടാവും. ഈ നക്ഷത്രക്കാരിലെ ചില ആൾക്കാർക്ക് വിദേശത്തേക്ക് പുതിയ ജോലി അവസരങ്ങൾ തേടി പോകാനുള്ള സാധ്യതയുണ്ടാവും. ഒന്ന് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ടാവും. ഡിലേ ആയാലും അത് ഭാവിയിലേക്ക് നല്ലതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അത് ഡിലേ ആവുക. കുടുംബത്തിന് നല്ല സമാധാനമൊക്കെ ഉണ്ടാകും. കുട്ടികളായിട്ട് എല്ലാ കാര്യം ഓപ്പണായിട്ട് സംസാരിച്ചാൽ അത് ഇവർക്ക് കൂടുതൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ ആൻസിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള റിച്വൽസ്, പിതൃകർമ്മങ്ങൾ, അത് ഏത് മസ്തരായാലും അത് ചെയ്യുന്നത് ഇവർക്ക് കൂടുതൽ ഗുണപ്രദമായിരിക്കും. ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക്
പെട്ടെന്നുള്ള ഭാഗ്യം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ജ്വല്ലറീസ് ആയാലും സാമ്പത്തികമായാലും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റ് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള അടുപ്പം പുലർത്തുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നതും ഇവർക്ക് ഗുണപ്രദമാണ് ഭാവിയിലേക്ക്. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചയായിരിക്കും അവരുടെ ബിസിനസ്സിലേക്ക് വരിക. അവരുടെ ഹാർഡ് വർക്ക് തുടർന്ന് നിന്നാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും അവർക്ക് ബിസിനസ് ചെയ്യുന്നതിൽ. പക്ഷേ ആവശ്യമില്ലാതെ കടമെടുക്കുന്ന ഒരു പ്രകൃതം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സ്വയമേ പൊക്കി പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുന്നത് അവർക്ക് തന്നെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക, ഗ്യാരണ്ടി കൊടുക്കുക, അങ്ങനെയുള്ളൊരു ക്യാരക്ടറും കൂടെ ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക. അതല്ലെങ്കിൽ അത് അവർക്ക് തന്നെ വിനയായിട്ട് തന്നെ വരും. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ ക്ഷമയോടുകൂടി അത് ഡീൽ ചെയ്തില്ലെങ്കിൽ അത് അവർക്ക് പല ബുദ്ധിമുട്ടുകളും ജോലി കാര്യങ്ങളിൽ ഉണ്ടാവും. മീഡിയ രംഗത്തും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നവർ അവരുടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും. പക്ഷേ അവരുടേതായ സീക്രട്ടലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ക്രിയേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു കാരണവശാലും പബ്ലിക്കിലേക്ക് പറയരുത്. കൂടെ സുഹൃത്തുക്കളോടും ഷെയർ ചെയ്താൽ അത് പബ്ലിക്കാകുകയും അത് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. രാത്രി യാത്രകൾ ഉണ്ടെങ്കിൽ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. ആരോഗ്യ സംബന്ധമായിട്ട് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നട്ടൽ സംബന്ധമായിട്ട്, അസ്ഥി സംബന്ധമായിട്ട്, ഞരമ്പ്, അതുപോലെ തന്നെ കണ്ണ്, പല്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ കെയർ കൊടുത്തു വേണം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു വേണം ഇവർ മുന്നോട്ട് പോകാൻ. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലത്. വിശാഖം അവസാന ഭാഗം, അനിഴം, തൃക്കേട്ട, വൃശ്ചികക്കൂറ്. ഈ രാശിയുടെ 11-3 വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടെയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ചെയ്യുന്ന ജോലികളിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാനും പറ്റും, കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ സിബ്ലിങ്സ്, ഇവരുടെ സഹോദരങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിടങ്ങളിൽ ഒരു അംഗീകാരം ലഭിക്കുകയും അവരുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് പ്രൊമോഷൻ കിട്ടാനും സാലറി ഇൻക്രിമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ ലഭിക്കാനും അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുടെ സപ്പോർട്ടും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് ജോലി ശ്രമിക്കുന്നവർക്കും കിട്ടാൻ വളരെ അനുകൂലമായ സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ യാത്രകളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടും വരും. കുടുംബത്തിൽ നല്ല സന്തോഷ സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ ആ ഒരു ഡ്രീമൊക്കെ അച്ചീവ് ചെയ്യാനും ഈ വർഷം തന്നെ അവർക്ക് സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ ബന്ധുക്കാരൊക്കെ ഇവർക്ക് സപ്പോർട്ടീവായിട്ട് വരികയും ഇവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർക്ക് ആഭരണങ്ങൾ വാങ്ങാനുള്ള യോഗം കൂടെ ഈ വർഷം ഉണ്ടാകും. ഒരു കാരണവശാലും ഒരു തേർഡ് പേഴ്സണെ ഇവരുടെ കുടുംബത്തിലേക്ക്, ഇവരുടെ കുടുംബകാര്യങ്ങളിലേക്ക് ഇടപെടുത്താതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു അല്പ സ്ലോ ആവും, കിട്ടുന്ന പ്രോഫിറ്റും അതുപോലെ തന്നെ സ്ലോ ആയിരിക്കും. പക്ഷേ വിദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് ആണെങ്കിൽ അത് നല്ല പ്രോഫിറ്റിലേക്ക് എത്തുകയും ചെയ്യും. മറ്റൊരാളുടെ നിർബന്ധപ്രകാരം പുതിയ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് പോകാവുള്ളൂ. അത്ര അനുകൂലമല്ല. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാനും അവർക്ക് ഈ വർഷം സാധിക്കും. ഗവൺമെൻറ് എംപ്ലോയീസിന് അവരുടെ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫയൽസ് തന്നെയാണ്. ആ ഫയൽസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വളരെ കെയർഫുള്ളായിട്ട് അവരുടെ ഫയൽസ് അവരുടെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കണം. ഈ നഷ്ടക്കാരായ സ്ത്രീകൾക്ക് വളരെ നല്ല സമയം കൂടിയാണ് ഈ വരുന്ന ഒരു വർഷം. കാരണം ഇവർക്ക് സാമ്പത്തികം വളരെ നല്ല രീതിയിൽ വരികയും ഇവരുടെ ലൈഫ് സ്റ്റൈൽ ഉയരുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾ ഇവർക്കൊരു അഭിമാനം ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. ഈ നക്ഷത്രക്കാരായ കുട്ടികൾക്ക് മടി വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് സ്വയമേ മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിവാക്കണം. മീഡിയ രംഗത്തും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നിരവധി അവസരങ്ങൾ വരും. പക്ഷേ അവർ വന്ന വഴി മറക്കരുത്. അതായത് ഇവരുടെ പഴയ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് ചാൻസ് മേടിച്ച് തന്ന സൗഹൃദങ്ങൾ ഉണ്ടാവും. അതൊരു കാരണവശാലും കളയാതെ ഇവർ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല ഉയരങ്ങൾ ഇവരെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടാവും. യാത്രാവേളകളിൽ കൃത്യമായിട്ടുള്ള വിശ്രമം എടുത്തതിന് ശേഷം മാത്രമേ ദീർഘദൂര യാത്രകൾ ഈ നഷ്ടക്കാർ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. തലവേദന, കണ്ണ്, അതുപോലെ തന്നെ ഹിപ്പ് ഏരിയ, കാൽമുട്ട്, കാൽപാദം തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ ഇവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത, ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേണ്ട ട്രീറ്റ്മെൻറ്റ് നേരത്തെ എടുത്താൽ അത് അവർക്ക് നല്ലതായിരിക്കും. സുബ്രഹ്മണ്യ ഭവനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മൂലം, പൂരാടം, ഉത്രാടങ്ക, ധനുക്കൂറിന് വ്യാഴം 6ലേക്കാണ് വരിക. അപ്പോൾ 10, 12, 2 രാശികളിലേക്ക് ദൃഷ്ടിയും കൂടെയുണ്ട്.
ഇങ്ങനെ വരുമ്പോൾ അത് ഈ നക്ഷത്രക്കാരുടെ, ഈ രാശിക്കാരുടെ ആ ഒരു ജോലിയിലുള്ള ആ ഒരു അന്തരീക്ഷവും ബിസിനസ് കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരാനുള്ള യോഗം കൂടെ ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ആ സംസാര ശൈലിയാണ്. ആ സംസാരം വളരെ പക്വതയോടുകൂടി നടത്തിയാൽ മാത്രമേ ഇവർക്ക് ആ ഒരു ഉയർച്ച വരികയുള്ളൂ. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്താൽ ഇവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസും കൂടി ഇവർക്ക് വർദ്ധിക്കുകയും ചെയ്യും. ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയിടം നല്ല രീതിയിലേക്ക് അനുകൂലമായിട്ട് വരികയും അവർക്ക് സാലറി ഇൻക്രിമെന്റ് പോലെയുള്ളതും പിന്നെ ട്രാൻസ്ഫർ വരാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. എന്നിരുന്നാൽ പോലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞ ആ ക്ഷമയാണ്. ആ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിക്കണ്ട് മെയിൻറ്റെയിൻ ചെയ്താലായിരിക്കും അവർക്ക് ജോലിയിടങ്ങളിൽ തിളങ്ങാൻ സാധിക്കും. ഒരു കാരണവശാലും പുതിയ ജോലി അന്വേഷിക്കാം, പക്ഷേ പുതിയ ജോലി കിട്ടാതെ പഴയ ജോലി ഒരിക്കലും റിസൈൻ ചെയ്യരുത്. അങ്ങനെ റിസൈൻ ചെയ്താൽ അവർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടി ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുപ്പീരിയേഴ്സിനോട് വളരെ വിനയത്തോടു കൂടി തന്നെ വേണം ഇവർ ഇടപെടാൻ. കുടുംബത്തിൽ പങ്കാളിയായിട്ട് എന്തെങ്കിലും വാക്കുതർക്കങ്ങളൊക്കെ വന്നാൽ അത് കോംപ്രമൈസ് ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ വാക്കിനൊരു അല്പം വില കൊടുക്കുന്നതും ഇവർക്ക് ഭാവിയിലേക്ക് നല്ലതായിരിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ നക്ഷത്രക്കാരുടെ പേരൻസിനോട് അത് തുറന്നു പറഞ്ഞാൽ അത് ഇവർക്ക് ഒരുപാട് സമാധാനം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ഒരുപാട് ഐറ്റംസ് ഇവർക്ക് മേടിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അനാവശ്യമായ ചിലവുകൾ, അതായത് ലക്ഷറി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിൽ കുട്ടികളായാലും പങ്കാളിയായാലും ഈ നക്ഷത്രക്കാരുടെ നിർബന്ധപ്രകാരമായിരുന്നാലും ഇഷ്ടം കൊണ്ടായാൽ പോലും ഒരു കാരണവശാലും അത് നടത്തരുത്. അത് മറ്റ് ഒരുപാട് നഷ്ടങ്ങളിലേക്ക്, സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോകാനുള്ള യോഗവും വളരെ കൂടുതലാണ്. ഈ നക്ഷത്രക്കാർ അവരുടെ ആ കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നതും ഇവർക്ക് വളരെ നല്ലതാണ്. ബിസിനസ് പതുക്കെ ഉയർന്നു തന്നെ വരും. പക്ഷേ നിയമം തെറ്റിച്ചു ലാഭം നേടാമെന്ന ചിന്ത ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അത് പാടെ മാറ്റുക. അത് പലവിധ നിയമപ്രശ്നങ്ങളും ഇവരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്റർനാഷണൽ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഡക്ട്സിൻ്റെ ആ ക്വാളിറ്റി, ഗുണനിലവാരം വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതും ഈ നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ ലോസ് ഉണ്ടാവും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെ നല്ലതായിട്ട് തന്നെ വരും. പക്ഷെ അവർക്ക് ആ ക്ഷമയോടുകൂടി കാര്യങ്ങളെ നോക്കി കണ്ട് പ്രവർത്തിച്ചാൽ അവർക്ക് ഭാവിയിൽ അത് വളരെ ഗുണപ്രദം ചെയ്യും. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് മോശപ്പെട്ട അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള പല ഉപദേശങ്ങളും അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പേരൻസിൻ്റെ അടുത്തുനിന്ന് സംസാരിച്ചിട്ട് വേണം ഓരോ തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ജെൻഡറായിട്ട് ഈ നഷ്ടക്കാരായ വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പല മാനസിക ബുദ്ധിമുട്ടുകളും പിന്നീട് ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ടാവും. മീഡിയ രംഗത്ത്, സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവരുടെ കഴിവ് കൂടുതൽ പ്രകടിപ്പിച്ചാൽ അവർക്ക് വളരെ വലിയ വിജയത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. ഡ്രൈവിങ്ങിൽ ഓവർ സ്പീഡ് എടുക്കുന്നവരാണെങ്കിൽ ഒരല്പം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് അടിവയറ്, നട്ടെല്ല്, അതുപോലെ തന്നെ മെൻ്റൽ ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേണ്ട ട്രീറ്റ്മെൻറ്റ് അല്ലെ യോഗ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തു പോകുന്നതും നല്ലതായിരിക്കും. ശ്രീരാമ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര, മകരക്കൂറ്. മകരക്കൂറിന് വ്യാഴം 5ലേക്ക് വരികയും 9-11 ആ രാശിയിൽ നിന്നുള്ള ദൃഷ്ടിയും കൂടി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ രാശിക്കാർക്ക് പൊതുവേ നല്ല ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയും എല്ലാം കൊണ്ടും അവർക്കൊരു ഉയർച്ചയായിരിക്കും വരിക. ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയിടങ്ങളിൽ നല്ലൊരു ഉയർച്ച വരികയും അതുപോലെ തന്നെ ഇവരുടെ സുപ്പീരിയേഴ്സ് ഇവർക്ക് അനുകൂലമായിട്ട് വരികയും ആ ഒരു സ്റ്റാറ്റസ് ഇവർക്ക് വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ജോലി ഒരു ഡ്രീം ജോബിലേക്ക് എത്തിപ്പെടാനും ഇവർക്ക് സാധിക്കും. കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് വാഹനം, പ്രോപ്പർട്ടീസ് മേടിക്കാനുള്ള നല്ല സമയം കൂടിയാണ് ഈ വരുന്ന ഒരു വർഷം. ഈ സേവിങ് സമ്പാദ്യശീലം ഒരു അല്പം വർദ്ധിപ്പിക്കുന്നത് ഇവർക്ക് ഭാവിയിലേക്ക് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ ദീർഘനാളായിട്ട് കിട്ടാതിരിക്കുന്നതിലും പൈസ ഉണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്താൽ കിട്ടാനുള്ള യോഗം കൂടിയുണ്ട്. നെയ്ബേഴ്സായിട്ട് ഓവർ ഇൻറ്റിമസി കാണിക്കുന്നതിന് അല്പം കുറച്ചാൽ ഇവർക്ക് ഒരല്പം സമാധാനം കൂടുതൽ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ പേരൻസിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികളോട് ഒരല്പം മയത്തിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും നല്ലതാണ്. അതുപോലെ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ വാങ്ങാനും നല്ല സമയം കൂടിയാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലാഭത്തിലേക്കൊക്കെ തീർച്ചയായിട്ടും എത്തിച്ചേരും.
അതുപോലെ തന്നെ ഷെയർ ട്രേഡിങ്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോകും. അങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ അതവർക്ക് വളരെ ലാഭത്തിലേക്ക് എത്തിച്ചേരും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ മറ്റ് ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ള ഇടപെടൽ ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാവുകയും ചെയ്യും. ഒരു കാരണവശാലും ആവശ്യമില്ലാതൊരു കമ്മിറ്റ്മെൻറ്റോ വാക്കുകളോ പ്രോമിസ് കൊടുക്കാൻ പാടില്ല. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് പുതിയ സ്ഥാനങ്ങൾ ലഭിക്കുകയും സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ജെൻഡറായിട്ടുള്ളവരോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് അല്പം ദോഷം ചെയ്യും. കുട്ടികൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സിനിമാ മേഖലയിലും മീഡിയയിലും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആ ജോലി അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കുറച്ചൊന്ന് ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ ആ ശ്രമം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. കഴിവതും രാത്രി യാത്രകൾ ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ കുടുംബപര ദേവതകളെ പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞരമ്പ്, കഴുത്ത്, ഹിപ്പ് ഏരിയ, അതുപോലെ തന്നെ കാല്, അടിവയറ്, തുടങ്ങിയ ഭാഗങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ നേരത്തെ തന്നെ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. അവിട്ടം അവസാന ഭാഗം ചതയം, പൂരിട്ടാതി, മുക്കാലി, കുംഭക്കൂറുകാർക്ക് 4ലേക്ക് വ്യാഴം വരികയും 8, 10, 12ലേക്ക് ഒരു ദൃഷ്ടിയും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് ഈ വരുന്ന ഒരു വർഷം അവർക്ക് സാമ്പത്തികമായിട്ടും ബിസിനസ് പരമായിട്ടും ആരോഗ്യവും മെച്ചപ്പെട്ട് നല്ല നിലയിലേക്ക് വരാനുള്ള യോഗമുണ്ട്. സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. അതേസമയം ഇവർക്ക് ചെലവുകളും വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ടാവും. ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയിടങ്ങളിൽ സുപ്പീരിയേഴ്സിന് അംഗീകാരം ലഭിക്കുകയും താൽക്കാലിക ജോലി ഉള്ളവർക്ക് പെർമനൻ്റായി ജോലി കിട്ടാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷമുണ്ട്. തീർച്ചയായിട്ടും ആ സാലറി ഇൻക്രിമെൻറ്റും പ്രൊമോഷനും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഒരു കാരണവശാലും സുപ്പീരിയേഴ്സായിട്ടോ കൂടെ ജോലി ചെയ്യുന്നവരായിട്ടോ തർക്കങ്ങൾക്കോ അവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ പോകാതിരിക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇവർക്ക് ലൈഫിൽ തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വരില്ല. കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് തർക്കങ്ങളില്ലാതെ പോകുന്നത് ഇവർക്ക് നല്ലതാണ്. പങ്കാളിയായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും അവരെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഒരു തേർഡ് പേഴ്സണെ നമ്മുടെ ഫാമിലിയിലേക്ക് ഇടപെടുത്തുകയോ അഭിപ്രായം പറയാനുള്ള സാഹചര്യം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. കുടുംബപര ദേവതയുടെ അനുഗ്രഹം, ആ ഒരു പ്രാർത്ഥന എപ്പോഴും വേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ബിസിനസ് തീർച്ചയായിട്ടും ഉയർന്നു വരും. തീർച്ചയായിട്ടും നമ്മുടെ ആ പേപ്പർ കാര്യങ്ങൾ, നിയമവശങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ അതിൽ സൈൻ ചെയ്ത് എഗ്രിമെൻറ്റിലേക്കൊക്കെ പോകാൻ പാടുള്ളൂ. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നത് നല്ല സമയമാണ്. ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ലീഡേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ശത്രുക്കളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഭാവിയിൽ ദോഷമായിട്ട് തന്നെ വരും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നിയമം ബാധകമല്ലാതെ അന്യായമായി പ്രവർത്തിക്കുന്നവരുടെ ഒരു സൗഹൃദം ഈ നക്ഷത്രക്കാർ മാറ്റിവെക്കുന്നത് ഇവരുടെ ഭാവിയിലേക്ക് നല്ലതായിരിക്കും. ഗർഭിണികളായ സ്ത്രീകൾ പ്രത്യേകിച്ചും അവരുടെ ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഹെൽത്ത് ചെക്കപ്പ് കൃത്യമായിട്ട് സമയത്ത് തന്നെ നടത്തണം. വിദ്യാർത്ഥികൾ അവരുടെ ഒരു മെമ്മറി, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മറവി വരാനുള്ള സാധ്യതയും ഈ വർഷമുണ്ട്. അപ്പം പഠിത്തം കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഓർമ്മ പുതുക്കേണ്ടതാണ്. മീഡിയ രംഗത്തും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നവർ ഒരേ സമയത്ത് ഒരു കാര്യം തന്നെ ചെയ്യുക. പല കാര്യങ്ങളിലേക്ക് പോയാൽ അവർക്കെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒന്നിൽ തന്നെ ഉറച്ചു നിന്നാൽ അവർക്ക് നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു അഹങ്കാര സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വയ്ക്കുന്നത് ഇവർക്ക് ഭാവിയിലേക്ക് നല്ലതായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിപ്പയർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ചെറുതാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം. ആരോഗ്യകാര്യങ്ങളിൽ മൈഗ്രെയിൻ, ലങ്സ് സംബന്ധമായിട്ട്, ശ്വാസകോശം ബന്ധപ്പെട്ടത്, BP തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ശിവപാർവതിയെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പൂരിട്ടാതി അവസാന ഭാഗം, ഉത്രട്ടാതി, രേവതി, മീനക്കൂറുകാർക്ക് 3ലേക്കാണ് വ്യാഴം മാറുക. അതുപോലെ തന്നെ 7, 9, 11ലേക്ക് ആ വ്യാഴത്തിന് ദൃഷ്ടിയും കൂടി ഉണ്ടാവും. അതിനാൽ കുടുംബത്തിൽ ഒരു സമാധാനമായിട്ടൊരു അന്തരീക്ഷം ഇവർക്ക് സൃഷ്ടിക്കാൻ ആകും.
കുടുംബപരമായിട്ടുള്ള സ്വത്തുവകളുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട്. സാമ്പത്തികമായിട്ട് നല്ല സമയമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഹങ്കാര സ്വഭാവം ഉണ്ടെങ്കിൽ അതും മാറ്റുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. ജോലിയിടങ്ങളിൽ നല്ല ശുഭകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരോടോ സുപ്പീരിയേഴ്സിനോടോ തർക്കങ്ങളിലേക്ക് പോകുന്നതും ഇവർക്ക് അത്ര നല്ലതല്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഒരു കാരണവശാലും ചൂണ്ടിക്കാണിക്കുന്നതും ഇവർ ഒഴിവാക്കേണ്ടതാണ്. കൃത്യമായ പ്ലാനിങ്ങും പങ്ക്ച്വാലിറ്റിയോടും കൂടി മുന്നോട്ട് പോയാൽ ഇവർക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ള യോഗവും ഈ വർഷം തന്നെ ഉണ്ടാകും. പ്രതീക്ഷിക്കുന്ന ആ ഒരു പ്രമോഷനും ട്രാൻസ്ഫറും സാലറി ഹൈക്കും ഒക്കെ ഈ വർഷം തന്നെ ഇവർക്ക് ലഭിക്കുകയും ആ ഒരു ക്ഷമ ഇവരൊരു മുൻകൈയിൽ തന്നെ എടുത്ത് ആ ഒരു ക്ഷമ ഇവരെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. അതുപോലെ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ അവഗണിക്കാതെ സധൈര്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഈ നക്ഷത്രക്കാർ ഉപയോഗിക്കാതിരിക്കുക. ഒരു കാരണവശാലും പഴയ കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നേരത്തെ ഏതെങ്കിലും ശുഭകാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരുടേതാവാം അല്ലെങ്കിൽ കുട്ടികളുടേതായാലും ആ തടസ്സങ്ങളൊക്കെ മാറി ശുഭകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗവും കൂടി ഉണ്ടാവും. സാമ്പത്തികം നല്ലൊരു ഫ്ലോ ഉണ്ടാവും. ഒരുപാട് ലക്ഷറി ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ ഒരുപാട് ചിലവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ വരും. അതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകുന്നതും ഈ നക്ഷത്രക്കാർക്ക് ഭാവിയിലേക്ക് സാമ്പത്തികം സേവ് ചെയ്യുന്നതിന് വളരെ നല്ലതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. ഇവരുടെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്തോറും ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നൊരു സ്ഥിതിയായിരിക്കും ബിസിനസ്സിൽ വരിക. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ കിട്ടാനുണ്ടെങ്കിൽ അത് ഒരു മടിയും കാണിക്കാതെ അതിനുവേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അനുകൂലമായ നടപടികളുണ്ടാവും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിരന്തരമായ ഉയർച്ചയായിരിക്കും വരിക. പക്ഷെ അവരുടെ മോശമായ സൗഹൃദങ്ങൾ വഴി അവർക്കെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടിയുണ്ട്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ അവരുടേതായ ആ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കണം. നല്ല ഉയർച്ചയായിരിക്കും വരിക. പക്ഷേ ആ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെടുന്ന വഴി അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സിനിമ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ല ഉയർച്ചയായിരിക്കും വരിക. പക്ഷേ അവരവരുടെ സത്യസന്ധത മെയിൻറ്റെയിൻ ചെയ്താൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ച അവരുടെ കരിയറിൽ വരും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പ്ലാൻ ചെയ്യുന്നവർക്കും തീർച്ചയായിട്ടും ശ്രമിക്കാം, അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ പൊതുവെ യാത്രകളെ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ആഹാരം കഴിവതും അല്ലെങ്കിൽ അപരിചിതത്തിൽ നിന്നുള്ള ആഹാരം കഴിവതും സ്വീകരിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ദേവതകളെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ആ ഒരുപാട് തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും കുടുംബത്തിൽ സമാധാനവും വന്നാൽ നമുക്ക് എല്ലാമായി അല്ലേ, ആ ഒരു സമാധാനം വരുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോവുക. നമസ്കാരം.